അപ്പൊ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ എന്താണ് നമ്മളുടെ ടൈം ടേബിൾ. ആദ്യമായിട്ട് +1 പരീക്ഷ ഉച്ചയ്ക്കായിരിക്കും നടക്കാൻ പോകുന്നത്. എല്ലാ എക്സാമുകളും ഉച്ചയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എക്സാമുകളെല്ലാം ആഫ്റ്റർനൂണാണ്. എല്ലാ പരീക്ഷകളും ആഫ്റ്റർനൂണാണ്. അതായത് ഉച്ചയ്ക്കാണ് എക്സാമുകൾ തുടങ്ങുന്നത്. ഇതുവരെ അങ്ങനെ ഉച്ചയ്ക്ക് എക്സാമുകൾ നടന്നിട്ടില്ല. എല്ലാ എക്സാമുകളും രാവിലെയാണ്. അപ്പോൾ ആദ്യമായാണ് എക്സാമുകൾ ഉച്ചയ്ക്ക് നടക്കുന്നത്. കേട്ടല്ലോ. അപ്പോൾ എന്നാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫൈനൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 6 സ്റ്റാർട്ട് ചെയ്ത് മാർച്ച് 29 അവസാനിക്കും. മാർച്ച് 6 മുതൽ 29 വരെ, അതായത് 24 ദിവസമാണ് നമ്മളുടെ എക്സാമുകൾ ഉള്ളത്. അതായത് നമ്മുടെ ഫൈനൽ ബാറ്റിൽ എന്നൊക്കെ പറയുന്നത് ഫൈനൽ എക്സാം എന്നാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മോഡൽ എക്സാം വരുന്നുണ്ട്. മോഡൽ എക്സാം ഫെബ്രുവരി 17 മുതൽ 27 വരെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഫെബ്രുവരി മാസത്തിലാണ് നമ്മുടെ മോഡൽ എക്സാമുകൾ വരുന്നത്. എങ്ങനെയാണോ നമ്മുടെ ഫൈനൽ എക്സാം നടക്കാൻ പോകുന്നത് അതിന്റെ ഏകദേശം അതേ മോഡൽ എക്സാം നടക്കുന്നത്. അതുകൊണ്ടാണ് അതിന് മോഡൽ എക്സാം എന്ന് വിളിക്കുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർച്ച് 6 നമ്മുടെ എക്സാം തുടങ്ങുന്നത്. മാർച്ച് 6 സെക്കൻഡ് ലാംഗ്വേജ് ആണ്. 5 ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ സയൻസ്. ഇനി മാർച്ച് 6 കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ബയോളജി സയൻസുകാർക്ക് പിന്നെ എക്സാം ഉള്ളത് 15-ാം തീയതിയാണ്. കേട്ടല്ലോ. അപ്പൊ അവർക്ക് കുറേ ഗ്യാപ്പുകൾ വരുന്നുണ്ട്. ഏകദേശം 9 ദിവസത്തിന്റെ അടുത്ത് ഗ്യാപ്പ് അവർക്ക് വരുന്നുണ്ട്. അടുത്ത അവർക്ക് വരുന്നത് കെമിസ്ട്രിയാണ്. പക്ഷെ ഇനി ശ്രദ്ധിക്കാനുള്ളത്, കെമിസ്ട്രി കഴിഞ്ഞിട്ട് ബയോളജിക്ക് 5 ദിവസത്തെ ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. ബയോളജി കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ചേ, ബയോളജി കഴിഞ്ഞിട്ട് 20-ാം തീയതി ബയോളജി കഴിഞ്ഞ് 22-ാം തീയതി ശ്രദ്ധിച്ചേ, 22-ാം തീയതി ഫിസിക്സ്. അതായത് ഒരു ദിവസമേ ഗ്യാപ്പുള്ളൂ. ഈ 22 കഴിഞ്ഞിട്ട് 24-ാം തീയതി മാത്സ്. അതിനും എത്ര ദിവസമാണ്? ഒരു ദിവസമേ ഗ്യാപ്പുള്ളൂ. അടുത്തത് ഇംഗ്ലീഷിനും ഒരു ദിവസമുള്ളൂ. ഇംഗ്ലീഷ് നമുക്ക് വിട്ടേക്കാം. ഇനി ഈ ഫിസിക്സിനും മാത്സിനും നമുക്ക് ഓരോ ദിവസമേ ഗ്യാപ്പുള്ളൂ. അപ്പോൾ ഇതിന്റെ ഈ ആദ്യത്തെ ദിവസം കിട്ടുന്നത്, അതായത് 6-ാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ എക്സാം ഉള്ളത് നമുക്ക് 15-ാം തീയതിയൊക്കെയാവും. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് മാർച്ച് 11 കഴിഞ്ഞാൽ പിന്നെ എക്സാം വരുന്നത് 22-ാം തീയതിയാവും. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഈ ഗ്യാപ്പ് ഈ ഫിസിക്സും മാത്സും പഠിക്കാൻ നിങ്ങൾ ഉപയോഗിക്കും. ഏതൊക്കെയാണ്? ഫിസിക്സും മാത്സും പഠിക്കാനാണ് നിങ്ങൾ ഈ ആദ്യത്തെ ദിവസങ്ങളിൽ കിട്ടുന്ന ഗ്യാപ്പ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ അത് ഉപയോഗിക്കാതിരിക്കരുത്. ഇനി ഈ എക്സാം ഇട്ടത് ഭയങ്കര അലമ്പാണ്, ടൈം ടേബിൾ മോശമാണ്, അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞു നടക്കുന്ന കാര്യമില്ല. എന്തായാലും ഇട്ട് നമ്മൾ എക്സാം എഴുതണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സാധനം നമുക്ക് എങ്ങനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്കിപ്പോൾ ഫിസിക്സിനും മാത്സിനും ഗ്യാപ്പ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഇതിന് മുമ്പത്തെ ദിവസം ഗ്യാപ്പ് കൂടുതൽ കിട്ടുന്ന ദിവസം എന്ത് ചെയ്യണം? ഇത് പഠിക്കാൻ എടുത്തോളൂ. കേട്ടല്ലോ. അപ്പൊ നമ്മുടെ മാത്സിന്റെ എക്സാം വരുന്നത് മാർച്ച് 24-ാം തീയതിയാണ്. മറന്നുപോരുത്, നമ്മുടെ ഡേറ്റ് മാർച്ച് 24-ാം തീയതിയാണ്. തകർക്കണ്ടേപ്പോ. അപ്പോൾ നിങ്ങൾക്കായിട്ട് നമ്മളൊരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് +1 ആദ്യം മുതൽ അവസാനം വരെ പഠിക്കാനുള്ളതെല്ലാം നമ്മൾ 30 ക്ലാസ്സുകൾ കൊണ്ട്, 30 ദിവസം കൊണ്ടല്ല, 30 ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ആ ക്ലാസ് നവംബർ 20-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. അതായത് +1 മാത്സിന്റെ ക്രാഷ് കോഴ്സ്. എല്ലാം തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ ചാപ്റ്ററുകളും 30 ക്ലാസ്സുകളായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ളവർ എടുക്കുന്ന പോലെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഇട്ട് തന്നിട്ട് അത് കണ്ടോ എന്ന് പറയുന്ന പരിപാടിയല്ല. ലൈവ് ക്ലാസ്സുകൾ, നേരിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കും ഓൺലൈനായിട്ട്. അതായത് നേരിട്ട് നിന്നുകൊണ്ട് നമ്മൾ കറക്റ്റ് ഒരു യൂട്യൂബിലല്ല, വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിന്നായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഒരു ലൈവ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അതല്ലാതെ കുറെ റെക്കോർഡ് ചെയ്തിട്ട് അത് കണ്ടു എന്ന് പറയുന്ന രീതിയല്ല. അപ്പം നവംബർ 20-ാം തീയതി നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് ആരംഭിക്കും. ഏത് മാത്സിന് മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. നവംബർ 20-ന് തുടങ്ങി ഏകദേശം 30 ക്ലാസ്സുകൾ, 30 ലൈവ് ക്ലാസ്സുകളാണ് വരുന്നത്. ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ അഡീഷണൽ ആയിട്ട് തന്നുകൊണ്ടിരിക്കും. കേട്ടല്ലോ. അപ്പോൾ നവംബർ 20-ന് തുടങ്ങി ഏകദേശം ജനുവരി അവസാനത്തോടുകൂടി തീരുക എന്നാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് റിസോഴ്സ് എക്സാം ഒക്കെ വരും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്യാപ്പ് ഒക്കെ തരും. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് 30 ദിവസം സെലക്ട് ചെയ്ത് 30 ലൈവ് സെഷൻസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പൊ താല്പര്യമുള്ളവർ, ക്രാഷ് കോഴ്സിന് താല്പര്യമുള്ളവരും അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരും ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ എന്ത് ചെയ്യുക? മെസ്സേജ് ഇടുക. നമുക്ക് തകർത്ത് വെട്ടിപ്പാക്കി തരാമെന്ന് നിങ്ങൾക്ക് +1 മാത്സ് ഒരു പ്രശ്നവും ഇല്ലാതെ. ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇംപ്രൂവ്മെന്റ് എക്സാം വരുന്നത് അടുത്ത വർഷത്തെ +2 പരീക്ഷയുടെ കൂടെ ആയിരിക്കും. അത് ബുദ്ധിമുട്ടല്ലേടാ. അതിനേക്കാൾ നല്ലത് ഇപ്പൊ അങ്ങോട്ട് പഠിച്ച് ക്ലിയർ ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പൊ താല്പര്യമുള്ളവർ എല്ലാവരും ജോയിൻ ചെയ്യുക. നവംബർ 20-ന് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആരെയും ജോയിൻ ചെയ്യും. കേട്ടല്ലോ. അപ്പോൾ അടിച്ചു തുടങ്ങാം. ഇനി ഇന്നു മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങുവാണ് അല്ലേ. അപ്പോൾ ഓക്കെ.
തയ്യാറെടുക്കാൻ.